ഫെബ്രുവരി 14 ലോകവ്യാപകമായി പ്രണയദിനം ആചരിക്കുകയാണ്. പ്രണയത്തിന് വേണ്ടി മരിച്ചുവെന്ന് പറയപ്പെടുന്ന വാലന്റൈൻ എന്ന ക്രിസ്തീയ പുരോഹിതന്റെ സ്മരണാർത്ഥം ഫെബ്രുവരി 14 ലോകമാകെ പ്രണയദിനം ആചരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതും അതിനെ അനുകൂലിക്കുന്നതും ഒട്ടും അനുയോജ്യമല്ല. എന്നിരുന്നാലും നമ്മുടെ പത്രമാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും ചാനൽ ചർച്ചകളും സോഷ്യൽ നെറ്റ്വർക്കുകളിലെ ഇടപെടലുകളുമൊക്കെ പ്രണയദിനത്തിന്റെ നിറം പകരുന്ന ചർച്ചകളുമായി സജീവമാകുന്ന ഈ വാരത്തിൽ നിങ്ങൾ പ്രണയിക്കരുത് എന്ന് പറഞ്ഞ് പ്രണയത്തോട് നിഷേധാത്മകമായ നിലപാട് പുലർത്തുന്നതിന് പകരം നിങ്ങളും പ്രണയിക്കണം, നിങ്ങൾ പ്രണയിക്കേണ്ടവരാണ് എന്ന ചിന്തക്കാണ് ഇവിടെ തിരികൊളുത്തുന്നത്. പ്രണയം അതൊരു വികാരമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പേന ചലിപ്പിച്ചത് പ്രണയത്തെക്കുറിക്കാനാണ്. കവിതയും കഥയും അനുഭവങ്ങളും ഉറവ പൊട്ടിയൊഴുകിയത് പ്രണയത്തെ ഓർത്തപ്പോഴാണ്. ലോകത്തെ ഏറ്റവും സുന്ദരമായ സ്മാരകങ്ങൾ ഉയർക്കൊണ്ടത് ആ പ്രണയ വികാരത്തിൽ നിന്നാണ്. എങ്കിൽ താൻ സ്നേഹിക്കുന്നവരുടെ പിണക്കത്തിന്റെ വിരഹത്തിൽ പോലും ആനന്ദത്തിന്റെ പരകോടി പ്രാപിക്കാൻ കഴിയുന്ന മഹത്തായ ആ പ്രണയ വികാരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നതിന് പകരം നമുക്കും പ്രണയിക്കാൻ കഴിയണം. ആ പ്രണയം ഒരിക്കലും എല്ലാ കഥയെയും എല്ലാ കവിതയും പോലെ ഒരു ദുരന്ത പര്യാവസാനമാകരുത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും ആഖിറത്തിലും വിജയിക്കാനുള്ള നിദാനമായി ആനന്ദത്തിന്, മാനസികോല്ലാസത്തിന്, നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളുമൊക്കെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രണയം നമുക്ക് സാധ്യമായാൽ അതെത്ര സാർത്ഥകമാണ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹം ഒരു പ്രണയമായി വളരണം. മറ്റെന്തിനേക്കാളും സ്നേഹം വളരുമ്പോഴാണ് അത് പ്രണയമാകുന്നതെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു തീർക്കുന്നു. അത് തന്നെയായിരിക്കണം നമ്മുടെ ചിന്ത, നമ്മുടെ ഉണർവ്, നമ്മുടെ നടപ്പ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നാൽ അതെത്ര സുന്ദരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഒരുപാട് സദസ്സുകളിൽ കേട്ടതാണ്. പക്ഷേ അതിന്റെ പൂർണ്ണാർത്ഥം ആവാഹിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ എന്നല്ല, സകല ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരുടെയും വിശ്വാസം പരിപൂർണമാകില്ലെന്ന് നമ്മെ പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേക്കാളും അപ്പുറമായിരിക്കണം ആ സ്നേഹം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ പ്രണയത്തിന്റെ പേരിലൊക്കെ നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾ. സകല സൗകര്യങ്ങളും ഉണ്ടായിട്ടും രാത്രി കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന കാമുകിയുടെ വികാരം എന്താണ്? സകല സൗകര്യങ്ങളും ഉണ്ടായിട്ട് പട്ടുമെത്തയിൽ കിടന്നുറങ്ങേണ്ട സമയത്ത് സാഹസപ്പെട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെ ഇരുമ്പ് സീറ്റിൽ ചാരിയിരുന്നുറക്കം വരാതെ നിൽക്കുമ്പോഴും ആ ഒരു ആനന്ദമുണ്ട്. മറ്റെന്തിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി സഹിക്കുന്ന ത്യാഗം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണിന് സ്വന്തം ഉമ്മയോട് ഇഷ്ടക്കേടുണ്ടെന്ന്, സ്വന്തം ഉപ്പയോട് താല്പര്യക്കുറവുണ്ടെന്ന്? ഒരിക്കലുമല്ല. ഉമ്മയോടുള്ള സ്നേഹം ഓടി ഒളിച്ചുപോയി, ബാപ്പയോടുള്ള സ്നേഹം തൽക്കാലം മാറ്റിവെച്ചുപോയി. ഇപ്പോഴവരുടെ മുന്നിലുള്ളത് അവരുടെ കാമുകൻ എന്ന ഒരൊറ്റ കേന്ദ്രബിന്ദു മാത്രമാണ്. നിങ്ങൾ സഞ്ചരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിലേക്ക്. സ്വഹാബാക്കൾ നബിയെ സ്നേഹിച്ചത് ഈ ഒരു വികാരത്തോടു കൂടിയാണെന്ന് നിങ്ങൾക്കപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടുവെന്ന കിംവദന്തി പറഞ്ഞപ്പോ എന്റെ റസൂലിന് വല്ലതും പറ്റിയോ എന്നാലോചിച്ച് യുദ്ധക്കളത്തിലേക്ക് പോയ സ്വഹാബി വനിത വഴിവക്കിൽ നിന്ന് അവർ കേൾക്കേണ്ടി വന്നത് നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടുവെന്നാണ്. ചോദ്യം, എന്റെ റസൂലിന് വല്ലതും പറ്റിയോ? നിങ്ങളുടെ മക്കൾ മരണപ്പെട്ടുവെന്നറിഞ്ഞപ്പോഴും ചോദ്യം, എന്റെ റസൂലിന് വല്ലതും പറ്റിയോ? നിങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടുവെന്ന് പറഞ്ഞപ്പോഴും എന്റെ റസൂലിന് വല്ലതും പറ്റിയോ? ഭർത്താവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്വന്തം മക്കൾ നിര്യാണം പ്രാപിച്ചതിൽ സങ്കടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരൊറ്റ കേന്ദ്രബിന്ദുവിലേക്ക്, മക്കളെക്കാളും ഭർത്താവിനെക്കാളും സാകല്യത്തെക്കാളും ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചപ്പോൾ, ആ സ്നേഹം ഒരു പ്രണയമായി വളർന്നപ്പോൾ, പ്രിയമുള്ളവരെ, തൂക്കുമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നാം എത്ര കേട്ടതാണ്. ഈ തൂക്കുമര ചുവട്ടിൽ നിന്റെ നേതാവ് മുഹമ്മദ് നബിയെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ നീ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഖുബൈബേ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോ ആ സ്നേഹി പറഞ്ഞ മറുപടി, എന്റെ നേതാവിന്, എന്റെ നബിയെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് പോയിട്ട് ആ തൃപ്പാദങ്ങളിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഖുബൈബിന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുമ്പോ അതാണ് പ്രണയം, അതാണ്
സ്നേഹം. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ആ നബി സ്നേഹത്തെയോർത്ത് വേപത് പൂണ്ട കവികളുടെ വരികൾ എത്ര നമ്മുടെ മുന്നിലുണ്ട്. ബുസ്രീമാം, ആ സ്നേഹമാണ് കണ്ണീരായി, പ്രണയമായി, കണ്ണീരിൽ കുതിർന്ന പ്രണയമായി, ആ നബിയെ കാണാൻ കഴിയാത്തതിലുള്ള സങ്കടമായി, ആ നബിയെ ഓർക്കാതെ പോയോ എന്ന പരിദേവനമായി ദുർധ എന്ന മഹാകാവ്യത്തിലൂടെ സ്നേഹം കൂലം കുത്തിയൊഴുകിയത് ആ സ്നേഹച്ചോലയിൽ നിന്നാണ് ഉറവെടുത്തത്. എന്തിന്? മദീന നബിയുടെ നാട് ഒന്ന് കാണാൻ കൊതിച്ച് രചന നടത്തിയ ബറേൽവിയുടെ രചന. ഒടുവിൽ മദീനയിലെത്തിയപ്പോ എന്റെ ഈ പാദം ഈ മദീനയിൽ വെക്കാൻ യോഗ്യമല്ലെന്ന് പറഞ്ഞ് ഉരുണ്ടുരുണ്ട് റൗദയിലേക്ക് പോയ ബറേൽവിയുടെ ആ പ്രണയാതുരമായ മനസ്സ് കണ്ടെത്തണമെങ്കിൽ പ്രിയമുള്ളവരെ, എന്താണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മദീന ഇത്രമാത്രം സ്വാധീനം ചെലുത്തപ്പെടുന്നത്? പച്ചക്കുബ്ബ എന്തിനിത്ര മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമല്ല, ഇംറുൽ ഖൈസ് സ്നേഹിച്ച് പ്രണയിച്ച് ഭ്രാന്ത് പിടിച്ച് മജ്നൂനായി തീർന്ന ലൈലയോർത്ത് കവിത പാടി നടന്ന ഇംറുൽ ഖൈസിന്റെ കവിത നമ്മുടെ മുന്നിലുണ്ട്. ഉഖബ്ബിലുദൽ ജിദാറ വദൽ ജിദാറ, ഞാൻ ഈ ചുവരുകളെ ഓരോന്നോരോന്ന് ചുംബിക്കുന്നത് ഈ ചുവരുകളോട് എനിക്ക് സ്നേഹമുണ്ടായിട്ടല്ല, ഈ ചുവരുകളോട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, വലാകിൻ ഹുബ്ബ മൻ സകന ദിയാറ, ഈ വീട്ടിൽ അധിവസിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഈ ചുവരുകളെ ചുംബിക്കാൻ എനിക്ക് പ്രചോദനമായി ഭവിക്കുന്നതെന്ന് ഇംറുൽ ഖൈസ് എന്ന പ്രേമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രണയത്തിന്റെ തലങ്ങളിലേക്ക് ഉയർന്ന് മദീന ഹൃദയത്തിന്റെ തുടിപ്പായി. കാണാൻ വിധിയില്ലാതെ പോയ എന്റെ സ്വന്തം സ്നേഹിയെ എനിക്ക് കാണാനായില്ല. അവിടെ ജീവിച്ച, അവിടെ അധിവസിച്ച, അവിടെ നടന്ന, അവിടത്തോട് സലാം പറഞ്ഞ, അവിടെ കണ്ട ആ പുണ്യഭൂമി പോലും ഒരു ഹൃദയത്തിന്റെ വികാര തുടിപ്പായി കൊണ്ടു നടക്കുന്ന ആശിഖീങ്ങളുടെ രചന, ആശിഖീങ്ങളുടെ വരികൾ നമ്മെ ആ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നില്ലേ? ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സംശയമുണ്ടാവാം, എങ്ങനെ ആ സ്നേഹത്തിലേക്ക് വളരാം? ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടു മാത്രം അറിയുന്ന, ഒരു ചിത്രം പോലും കണ്ടിട്ടില്ലാത്ത ഇത്രമാത്രം സ്നേഹാധിക്യം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് സംശയമുള്ളവരുണ്ടാകാം. പ്രിയമുള്ളവരെ, നമുക്ക് കഴിയും ആ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രണയിക്കാൻ. ഒന്ന് കണ്ടില്ലല്ലോ എന്നാലോചിച്ച് രാത്രികളിൽ കണ്ണീരൊഴുക്കാൻ, ആ ഓരോ കണ്ണീരിലും ആനന്ദം കണ്ടെത്താൻ, മദീനയെ ഓർക്കാൻ, അവിടത്തേക്ക് കവിത സമർപ്പിക്കാൻ, അവിടത്തേക്ക് ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിയും. പ്രണയിക്കാൻ നമുക്ക് തീർച്ചയായും കഴിയും. ഇല്ല, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് മാത്രമേ ആ പ്രണയമുണ്ടാവൂ എന്ന തത്വശാസ്ത്രമൊക്കെ ആധുനിക മനഃശാസ്ത്രങ്ങൾ പോലും തള്ളിപ്പറയുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, റോബർട്ട് സ്റ്റേൺബർഗ് എന്ന ആധുനിക സൈക്കോളജിസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നത് പ്രണയം രൂപപ്പെടുത്തുന്നത് 3 അടുപ്പുകല്ല്, 3 കാര്യങ്ങൾ, ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന ഒരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം. എന്താണ് ഒരു പ്രണയമുണ്ടായി തീർക്കുന്ന 3 ഘടകങ്ങൾ? ആ 3 ഘടകങ്ങളിൽ ഒന്ന് ഇന്റിമസിയാണ്, പാഷനാണ്, കമ്മിറ്റ്മെന്റ് ആണ്. എന്താണ് കമ്മിറ്റ്മെന്റ്? പ്രതിജ്ഞാബദ്ധത, ഒരു തീരുമാനമെടുക്കുക എന്നതാണത്. ഞാൻ ഇന്നയാളെ സ്നേഹിക്കാൻ ഒരുങ്ങുന്നു, ഞാൻ ഇന്നയാളെ ഇനി മുതൽ സ്നേഹിക്കുമെന്ന കമ്മിറ്റ്മെന്റ്, ആ പ്രതിജ്ഞാബദ്ധതയുണ്ടെങ്കിൽ അവിടെയാണ് സ്നേഹം രൂപപ്പെടുന്നത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബിയോട്, നബിയെ, എന്റെ ശരീരത്തെ ഒഴിച്ച് മറ്റെന്തിനേക്കാളും അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ, പോരെ ഉമറേ, ആ ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കേണ്ടതുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ അവിടെ സ്നേഹം ചോദിച്ചു വാങ്ങുകയായിരുന്നു അല്ലേ എന്ന് ആശങ്ക വേണ്ട. ആ ചോദിച്ചു വാങ്ങിയാൽ പോലും ആ പ്രതിജ്ഞാബദ്ധതയുണ്ടെങ്കിൽ ഇനി മുതൽ എന്റെ സ്നേഹം, എന്റെ ഇഷ്ടം, എന്റെ അഭിനിവേശം ആ പ്രവാചകനിലേക്കാണെന്ന പ്രതിജ്ഞാബദ്ധത, തീരുമാനമെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഇഷ്ടത്തിന് വേണ്ടി അവിടത്തെ കുറിച്ചുള്ള മധുഹുകൾ വായി, അവിടത്തെ കുറിച്ചുള്ള പാട്ടുകൾ കേട്ട്, അവിടത്തെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ആസ്വദിച്ച് ആ സ്നേഹത്തിന്റെ തീരത്തേക്ക് നടന്നെടുക്കാൻ കഴിഞ്ഞെങ്കിൽ, ചുറ്റുവട്ടത്തെ പ്രണയപ്പേക്കൂത്തുകളുടെ നടുവിൽ, ഒരുപാട് പ്രഹസനങ്ങൾക്ക് നടുവിൽ ചുറ്റുമുള്ളവർ ഫെബ്രുവരി 14 പലതും പറയട്ടെ, പലതും ചെയ്യട്ടെ, പക്ഷേ ദിവസമേതായാലും പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും ചെപ്പ് തുറക്കാൻ ഇനിയും നമ്മൾ വൈകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി തങ്ങളെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ച് ആ സ്നേഹം കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ മദീന ഒരു സ്വപ്നമായി കൊണ്ട് നടന്ന് മദീനയിലെത്തി ആ തിരുദൂതരുടെ സ്വർണാങ്കിതമായ ചുവരിന്റെ തൊട്ടടുത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ നമുക്ക് അല്ലാഹു അധിക വിദൂരമല്ലാത്ത ഭാവിയിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.